കർത്താവിൽ അനുഗ്രഹീതരെ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് ഉദ്ധിതനായ യേശുതമ്പുരാനെ കരസ്പർശം കൊണ്ട് തിരിച്ചറിഞ്ഞ് ഉദ്ഘോഷിച്ച മാർത്തോമാ ശ്ലീഹായുടെ തൃക്കരങ്ങളാൽ AD 52 നിർമ്മിതമായ മലങ്കര സഭയുടെ തലപ്പള്ളി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ സാംസ്കാരിക കേരളത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തുന്ന തൃശ്ശൂർ ജില്ലയ്ക്ക് അഭിമാനമായി നാനാജാതി മതസ്ഥർക്ക് അഭയകേന്ദ്രമായി വിളങ്ങുന്ന ആർത്താറ്റ് സെൻറ് മേരീസ് കത്തീഡ്രൽ ഇടവകയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനപ്പെരുന്നാളിനോടനുബന്ധിച്ച് ദിവ്യബലി അർപ്പിക്കുവാനും വിശ്വാസ സമൂഹത്തോടൊപ്പം ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുവാനും അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷം. വ്യത്യസ്തമായ സാംസ്കാരിക പൈതൃകം കൊണ്ടും അടിയുറച്ച സത്യവിശ്വാസം കൊണ്ടും ചിരപുരാതനമായ ഈ ദേവാലയം ഈ കാലം അത്രയും വിശ്വാസികളെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു പ്രകാശ ഗോപുരമാണ്. കുന്നുകുളം ഭദ്രാസനത്തിൻ്റെ തിരവുകുറിയായി ശോഭിക്കുന്ന ഈ ദൈവ ഭവനം കുന്നുകുളം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്ത അഭിമന്യ ഡോക്ടർ ഗീവറീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ മാർഗനിർദ്ദേശവും ആത്മീയ മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇവിടെ സേവനം ചെയ്യുന്ന വൈദികർ ആത്മീയമായ പുൽമാലിയിൽ ഇടവക ജനങ്ങളെ നയിക്കുന്നതിൽ അതിയായ സന്തോഷം. കാലോചിതമായ വർണ്ണശോഭയോടെ വാസ്തു ശില്പത്തിൻ്റെ മനോഹാരിതയോടെ ഏവരെയും ഹൃദയാംഗമായി ആകർഷിക്കുന്ന തരത്തിൽ ഇത് മനോഹരമായി അടുത്ത കാലത്ത് പുനർനിർമ്മിച്ച് കൂദാശ ചെയ്യുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. ആ കൂദാശ കർമ്മത്തിൽ പങ്കെടുക്കുവാൻ എനിക്കും അവസരം ലഭിച്ചതിൽ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അമ്മയുടെ മധ്യസ്ഥതയിൽ നാനാജാതി മതസ്ഥരെ, വിശേഷിച്ചും ഈ പ്രദേശത്തുള്ള സത്യവിശ്വാസികളെ കൂട്ടിച്ചേർത്ത് ഈ 8 പുണ്യ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വേറിട്ട അനുഭവമാണ്. ഒരു നവ്യ അനുഭൂതി നമുക്ക് നൽകും. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരുമയുടെയും സ്വരുമയുടെയും ദിനങ്ങളാകുന്ന ഓണത്തിൻ്റെ ഈ ദിനങ്ങളിൽ തന്നെ അമ്മയുടെ പാവനമായ സ്മരണകളെ അയവിറക്കുന്ന 8 നോമ്പിലൂടെ കടന്നു പോവുകയാണല്ലോ. 8-ാം തീയതി നടക്കുന്ന ആ ദിവ്യമായ ബലിയും അതിനോട് ചേർന്നുള്ള ഭക്തിസാന്ദ്രമായ റാസയും മറ്റു കാര്യങ്ങളും കൂടുതൽ ഈ ദേശത്തിന് വെളിച്ചം പകരുന്നതും ആത്മീയ ഉന്നതി നൽകുന്നതും വിശ്വാസത്തിൽ ആളുകളെ ഉറപ്പിച്ചു നിർത്തുന്നതിന് കാരണമായി തീരും. ഈ ഇടവകയ്ക്കും ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന ആദരണീയരായ വൈദികർക്കും ഭരണസമിതി അംഗങ്ങൾക്കും എല്ലാ ആത്മീയ സംഘടനാ ഭാരവാഹികൾക്കും വിശ്വാസികൾക്കും സർവ്വവിധമായ ഐശ്വര്യവും അനുഗ്രഹങ്ങളും നന്മയും നേരുന്നു. കാനാവിലെ കല്യാണ നാളിൽ മാതാവിൻ്റെ മധ്യസ്ഥത മൂലം മണവാളന് ലഭിച്ചതായ, അവൻ്റെ ഭവനക്കാർക്ക് ലഭിച്ചതായ മഹത്വം പോലെ ഈ ദൈവഭവനത്തിൽ നിന്ന് ഒഴുകി വരുന്ന മഹത്വവും തേജസ്സും മഹിമയും ഈ ദേശത്തിൽ പരക്കട്ടെ. അന്ധകാരമയമായ എല്ലാ ശക്തികളെയും അതിജീവിക്കുവാൻ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് തുണയാകട്ടെ. ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും നേരുന്നു.